ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ജൂസ് വ്ലോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കണ്ടിട്ട് വരാം. നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. അമ്മയും അച്ഛനൊക്കെ റെഡിയായി നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഓട്ടോയിൽ പോകണം. നമ്മളിവിടെ വന്നിട്ട് ഈ റൂമാണ് എടുത്തായിരുന്നു കേട്ടോ. ഇവിടെ നമ്മളിനിപ്പോൾ ഓട്ടോയിൽ കയറാൻ പോവാം. നമ്മളിപ്പോൾ ഓട്ടോ ഇറങ്ങിയിട്ട് മെല്ലെ നടക്കുകയാണ് കേട്ടോ. ഏട്ടൻ്റെ അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മയുണ്ട്, പിന്നെ എൻ്റെ ചേട്ടനും ഉണ്ട്, ഏട്ടനും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത്രയും പേരും കൂടെ ആണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് വന്നതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അപ്പം നമ്മൾ 8:30 to 10:30 വരെയുള്ള ടൈമിലാണ് നമ്മൾ ദർശന ടൈമിലാണ് നമ്മൾ ഉള്ളിലേക്ക് പോകാൻ പോണത് കേട്ടോ. നമ്മളപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ വാതിക്കൽ വന്നിട്ടുണ്ട് കേട്ടോ. ഫോണൊന്നും നമുക്ക് ഉള്ളിലേക്ക് അലൗഡല്ല. അപ്പോൾ നമ്മൾ ബാഗും ഫോണൊക്കെ വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗത്ത് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈം അല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അതുകൊണ്ട് അറിയില്ലായിരുന്നു എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ ടൈം കഴിഞ്ഞ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ രാവിലത്തെ ചായ കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് കേട്ടോ. ഇത് വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരിപ്പുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. ഞാനും ഏട്ടനും പൂരി മസാലയാണ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ അമ്മയും അച്ഛനും എൻ്റെ ഏട്ടനും മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവർ മസാല ദോശ കഴിക്കുന്നുണ്ട്. കുഴപ്പമില്ല, അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കൊള്ളാം, കുഴപ്പമില്ല ഫുഡൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. വരുന്ന വഴിക്ക് ഒരു കടയിൽ നിന്ന് നമ്മൾ മുല്ലപ്പൂ വാങ്ങി. ഞാനും അമ്മയും തലയിൽ വെച്ചിട്ട്, മുല്ലപ്പൂ അല്ല കേട്ടോ, പിച്ചിപ്പൂ. ഒത്തിരി നാളായി പിച്ചിപ്പൂ വെച്ചിട്ട്. അതുകൊണ്ട് പിച്ചിപ്പൂവാണ് വാങ്ങി തലയിൽ വെച്ചത് കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ വടക്കേ നടയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കൊണ്ടുവന്ന മൊബൈൽ ഫോണ്, അതേപോലെ തന്നെ വാച്ച്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ താക്കോൽ, അതേപോലെ തന്നെ ചെരുപ്പ്, അതെല്ലാം നമുക്കവിടെ കൊടുത്തിട്ട് വേണം അകത്ത് കയറാൻ. അത് ഞങ്ങൾ കൊടുത്തു, അകത്ത് കയറി ദർശനം കണ്ടു, തൊഴുതു. അതേപോലെ തന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് അവിടുന്ന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡും കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ, മൊബൈൽ ഫോണൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് അകത്തത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇത് ക്ഷേത്രക്കുളമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇറങ്ങാനൊന്നും പറ്റില്ല. എല്ലാ സൈഡും ക്ലോസ് ചെയ്ത് പൂട്ടിയിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പാടില്ല കേട്ടോ, ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട്, അമ്പലത്തിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മെല്ലെ നടക്കുകയാണ്. ഏട്ടനും ചേട്ടായും ഫ്രണ്ടേ പോയി. ഞാനും അച്ഛനും കുട്ടിയും കൂടെ മെല്ലെ നടന്നു വരികയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. അമ്പലത്തിൻ്റെ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഓണം കൂടെ ആയത് കാരണം ഇഷ്ടം പോലെ ഐറ്റംസൊക്കെ വിൽക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മെല്ലെ നടന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുമൊക്കെ ഉണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. ഞങ്ങൾ ഇപ്പുറത്തൂടെ വന്നിട്ട് ഫോൺ എടുത്തിട്ട് വന്നിട്ട് ഫ്രണ്ടിലത്തെ വ്യൂ ആണ് കേട്ടോ. ഇത്രയും ഭാഗം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫോൺ അലൗഡല്ല. അപ്പം ഇത്രയും ഭാഗത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് തിരിച്ച് റൂമിലേക്ക് പോകുന്നത് കേട്ടോ. ഇത് കണ്ട, അതിൻ്റെ അടുത്തും ഓരോരോ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റംസൊക്കെ കിട്ടുന്ന കടകളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളവിടെ ഇരിക്കുകയാണ് കുറേ നേരമായിട്ട്.
അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും രണ്ട് കൂട്ടരുടെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെണ്ണും ചെറുക്കനും ഒക്കെ കൂടെ പോകുന്നത് ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഈ അമ്പലക്കുളത്തിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഐസ്ക്രീം കഴിച്ചാലോ എന്ന് തോന്നി. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഐസ്ക്രീമിൻ്റെ കടയുണ്ട് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി കഴിച്ചു. കാശി ഞാൻ കുറച്ച് നേരം കൂടെ മാറി നിന്നപ്പോൾ എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അവന് പേടിയാണ്, അമ്മ എവിടെയെങ്കിലും പോകുമോ എന്നുള്ളൊരു പേടിയാണ്. കാരണം നല്ല തിരക്കാണ്, റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. അപ്പോൾ അമ്മേനെ കാണണമെന്ന് പറഞ്ഞാൽ അവൻ കരയുമായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ പിന്നെ അവൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോൾ അടുത്തൊരു കടയിൽ കണ്ടിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട് ഇവിടെ വെച്ചിരിക്കുന്ന ഓരോരോ ഐറ്റംസും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മെല്ലെ നടന്ന് കാശിയുടെ അടുത്തെത്തി കേട്ടോ. പിന്നെ ഞാനും കാശിയും ഏട്ടനും കൂടെ ഇറങ്ങി. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.